ഹലോ എവരി വൺ, വെൽക്കം ടു ഓത്തൻറ്റിക് ഇന്ത്യൻ കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തന്തൂരി ബട്ടർ ചിക്കൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുക. അതിൻ്റെ കൂടെ നമ്മളൊരു അടിപൊളി നാൻ്റെ വീഡിയോയും കാണുന്നുണ്ട്. ഇതെങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാമെന്ന് നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ ഏറ്റവും അത് ഞാൻ 1 കിലോ മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ടെടുക്കാം, 1 ടീസ്പൂൺ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 1/2 കപ്പ് തൈരും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ നമുക്ക് സൺഫ്ലവർ ഓയിലോ ഏതായി ഓയിൽ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷമാണെങ്കിൽ ഒരു ചെറിയ ഇളം ചൂട് വെള്ളം നമുക്ക് എടുക്കണം. എന്നിട്ട് നമുക്ക് അതും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. എത്രയും സോഫ്റ്റാക്കി നമ്മുടെ കയ്യിലൊക്കെ ഒട്ടുന്ന ഭാഗമില്ല അതുപോലെ വേണം കുഴച്ചെടുക്കാനായിട്ട്. എനിക്കാണെങ്കിൽ 250 ml കപ്പിന് ഈ ഒരു കപ്പിന് 1 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം വന്നേ ഉള്ളൂ. എല്ലാവരുടെയും മൈദയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വെള്ളത്തിന് വ്യത്യാസങ്ങളും വന്നിരിക്കും. അപ്പോൾ അതനുസരിച്ച് വേണേ ആഡ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് 1 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അത് 2 മണിക്കൂറത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതുവരത്തേക്ക് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ തന്തൂരി ചിക്കൻ നമുക്ക് റെഡിയാക്കാം, ബട്ടർ ചിക്കൻ നമുക്ക് റെഡിയാക്കാണ്ട് നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ ഒരു തടുക്കാപ്പൻ എടുക്കും. അത് നമുക്ക് മസ്റ്റർഡ് ഓയിൽ ഒഴിച്ചെടുക്കാം. മസ്റ്റർഡ് ഓയിൽ തന്നെ ഒഴിച്ചെടുക്കണം. തന്തൂരി ചിക്കൻ വേണമെങ്കിൽ അതിനകത്ത് മസ്റ്റർഡ് ഓയിലാണ് മസ്റ്റ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒഴിക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ നമുക്കാണെങ്കിൽ കശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. 1/2 കപ്പ് നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കണം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ച് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നമുക്കാണെങ്കിൽ തന്തൂരി ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കാം. എന്നിട്ട് നമുക്കാണെങ്കിൽ 1/2 കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ അത് കഴുകി വാഷ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിതിനകത്തൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കാണെങ്കിൽ ഇതൊന്ന് മിക്സാക്കി പറ്റുവാണെങ്കിൽ 1 മണിക്കൂറത്തെ അല്ലെങ്കിൽ 2 മണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നിങ്ങളുടെ അധികം സമയം ഉണ്ടെങ്കിൽ ഓവർനൈറ്റ് വേണ്ടിയാണെങ്കിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാവുന്നേ ഉള്ളൂ. തലേദിവസം തന്നെ റെഡിയാക്കി ഇത് വെച്ചാൽ മതി. ഇതിൽ മാഗ്നേറ്റ് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിത് 1 മണിക്കൂറത്തേക്ക് വെക്കുന്നേ ഉള്ളൂ റെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് അടച്ച് നമുക്ക് വെക്കാം. ഇനി നമുക്കാണെങ്കിൽ ഒരു കടായി അടുപ്പത്തേക്ക് വെക്കാം. അതിന് നമുക്കാണെങ്കിൽ 1 ടീസ്പൂൺ നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നമുക്ക് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ 3 സവാള നീളനെ അരിഞ്ഞ് അത് ഇട്ട് കൊടുക്കണം. 4-5 പച്ചമുളക് കീറി അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. 1 കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് സോത്തേ ചെയ്ത് കൊടുക്കാം. ഒത്തിരി അങ്ങ് സോഫ്റ്റായി അല്ലെങ്കിൽ വഴണ്ടങ്ങ് വാടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണേ ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഒരു 3 തക്കാളിയും കൂടെ ക്യൂബ്സാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം 1 ടീസ്പൂൺ നമുക്ക് ഉപ്പും ഇട്ട് കൊടുക്കാം. ഈ നേരത്താണെങ്കിൽ കശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണേ. ഞാനാണെങ്കിൽ വിട്ടുപോയ കാരണം പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇത് അടച്ച് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അതിന് മുന്നേ നമുക്കാണെങ്കിൽ ഒരു 10 കാഷ്യൂനട്ട് അണ്ടിപ്പരിപ്പ് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. അതും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് നമുക്കൊന്ന് വേവിക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നമുക്കൊന്ന് ഒന്നും കൂടെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് അതിനകത്ത് 1 ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ 1 കപ്പ് വെള്ളം അതിനകത്ത് ഒഴിച്ച് കൊടുക്കണം. വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അടച്ച് നമുക്ക് വേവിക്കാം. തക്കാളിയൊക്കെ വെന്ത് സോഫ്റ്റായി വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഫ്രണ്ട്സ്, ഇങ്ങനെ റെസിപ്പീസൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. പിന്നെ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അത് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അടച്ച് കുറച്ച് നേരത്തേക്കും കൂടെ വേവിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് തക്കാളിക്ക് വെന്ത് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കാണെങ്കിൽ നമ്മുടെ ചിക്കനാണെങ്കിൽ 1 മണിക്കൂർ റെസ്റ്റൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു തന്തൂരി ഫ്ലേവർ കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്യാം. ഒരു പാത്രം നമുക്ക് അതിനകത്ത് വെച്ച് കൊടുക്കണം. പിന്നെ ആണെങ്കിൽ ഇത് ചാർക്കോൾ ഞാനാണെങ്കിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതും വെച്ച് കൊടുത്തു. അതിന് മേളിൽ 1 ടേബിൾ സ്പൂൺ മസ്റ്റർഡ് ഓയിലും ഒഴിച്ച് ഇത് അടച്ച് വെക്കാം. നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാനായിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നല്ല പുകയൊക്കെ നല്ല കുറഞ്ഞു വരത്തില്ല. ആ സമയമാകുമ്പോൾ ഇതെടുക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. നന്നായി ചൂടാക്കിയതിന് ശേഷം നമുക്കാണെങ്കിൽ ഇത് ചിക്കനകത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തന്തൂരി നമുക്ക് ഇപ്പോൾ തന്തൂർ നമ്മുടെ ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇങ്ങനെ ചെയ്യാനേ പറ്റൂ. അപ്പോൾ പാനിനകത്ത് നമുക്ക് നന്നായിട്ട് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം, നമ്മൾ എണ്ണ നേരത്തെ ഒഴിച്ചു കൊടുത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിനകത്ത് എണ്ണയൊക്കെ സെപ്പറേറ്റായി വരുന്നവരെ അല്ലെങ്കിൽ ചിക്കൻ നന്നായിട്ട് വെന്ത് പാകമായി വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഞാൻ. ഇത്രയും മതി. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാം. അതുവരത്തേക്ക് നമ്മൾ സവാളയും തക്കാളിയൊക്കെ നമ്മൾ വഴറ്റി വെച്ചേക്കുന്നില്ല, അതൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കാണെങ്കിൽ ഒരു മിക്സി ജാർ ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല.
ഇതിങ്ങനെ നന്നായിട്ട് അതിന് ഫൈൻ പ്യൂരി നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇനിയാണെങ്കിൽ പുറത്തെ കൂട്ടിന് നല്ലതാണെങ്കിൽ നല്ല സ്മൂത്ത് നല്ല സിൽക്കി ഗ്രേവി നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ അരിച്ചെടുക്കണം. തക്കാളിയുടെ ഒക്കെ തൊലിയോ കുരു എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകാനായിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് അരിച്ച് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ ഇനി ഒരു കടായി എടുക്കുക. കടായിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നമുക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടായി കഴിയുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂണകത്ത് കശ്മീരി റെഡ് ചില്ലി പൗഡറും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളാണെങ്കിൽ എല്ലാം പ്യൂരി റെഡിയാക്കി വെച്ചിട്ടില്ലേ, അത് നമുക്ക് അതിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനകത്ത് നമുക്കിനി കുറച്ചും കൂടെ മസാല ആഡ് ചെയ്യാനുണ്ട്. 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി നമുക്ക് കയ്യിലൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. ഇത്രയും കൂടി നമുക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്കാണെങ്കിൽ ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ഈ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ വീട്ടിലത്തെ പാൽപ്പാടയില്ലേ, അതാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതേ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നില്ല, അത് നമുക്ക് അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ എക്സ്ട്രാ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് ഒരു തിള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതേ ചിക്കനൊക്കെ മുഴുവനായിട്ട് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കാണെങ്കിൽ ടേസ്റ്റ് നോക്കാം. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ എക്സ്ട്രാ ഉപ്പ് ഇട്ട് കൊടുക്കണേ, നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ എനിക്ക് ഇച്ചിരി കുറവാന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അടച്ച് നമുക്ക് ഒരു തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മല്ലിയിലകൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ തന്തൂരി ബട്ടർ ചിക്കൻ നമുക്ക് റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് നാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് അതും കൂടെ ഒന്ന് കാണാം. നാനിന് വേണ്ടിയുള്ള ആട്ടയൊക്കെ കുഴച്ച് വെച്ച് 2 മണിക്കൂറായിട്ടുണ്ട് റെസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ നമുക്കിനി നോക്കാം. ഇങ്ങനെ നന്നായിട്ട് വീർത്ത് കണ്ടിരുന്നു, നല്ല സോഫ്റ്റായിട്ട്. ഇപ്പോൾ കയ്യിലൊന്നും ഒട്ടുന്നൊന്നുമില്ല കേട്ടോ, നല്ല പാകത്തിനായിട്ട് നന്നായി മാവ് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളാണെങ്കിൽ പരാഠയ്ക്ക് എടുക്കത്തില്ലേ, അപ്പോൾ അതുപോലെ ഇച്ചിരി വലിയ ഉരുളെടുക്കണേ. എന്നിട്ടാണ് നന്നായിട്ട് ഇതുപോലെ റോളാക്കിയതിന് ശേഷം മൈദപ്പൊടിക്കകത്ത് ഒന്ന് മുക്കി ഡസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കത് പരത്തിയെടുക്കാം. നമുക്ക് പുറത്തൊക്കെ എങ്ങനെ നാൻ കിട്ടുന്നത് അതുപോലെ തന്നെ വേണം നീളനെ ഇതുപോലെ പരത്തിയെടുക്കാനായിട്ട്. സെയിം അതുപോലെ നാനിൻ്റെ കൂട്ട് കാണണ്ടേ, അപ്പോൾ അതുപോലെ മക്കളെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്ക് സെയിം അതുപോലെ പുറത്തെ കൂട്ട് തന്നെ കാണാനും അതുപോലെ തന്നെ വേണം. ടേസ്റ്റ് തന്നെ അല്ല, കാണാനും അതുപോലെ ലുക്ക് വേണം, എന്നാലേ അവർ കഴിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നീളനെ പരത്തിയെടുക്കണം. ഇനി മേളിലാണെങ്കിൽ കുറച്ച് കലോഞ്ചിയും പിന്നെ കുറച്ചാണെങ്കിൽ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം തൊട്ടിട്ട് വേണേ ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതെല്ലാം ഇളകിപ്പോരും. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് വെള്ളം തടവിയതിന് ശേഷം വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. ഈ ഒരു സൈഡിലാണെങ്കിൽ ഞാനെങ്കിൽ തവ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. തവ നന്നായി ചൂടായി കഴിയുമ്പം ഇത് നന്നായിട്ട് പരത്തിയെടുത്തില്ല നമ്മളതിൻ്റെ പിൻ സൈഡിൽ നന്നായിട്ട് വെള്ളം തടവി കൊടുക്കണേ. വെള്ളം തടവി കൊടുത്തിട്ട് ആ തവയിലോട്ട് ഒട്ടിച്ച് വെക്കണം, അല്ലെങ്കിൽ അത് വിട്ടുപോകും. നമ്മൾ ചുട്ടെടുക്കുമ്പോൾ നന്നായിട്ട് ഒട്ടിച്ച് എടുക്കണം. അതുകൊണ്ട് പറഞ്ഞാൽ വെള്ളം നന്നായിട്ട് തേക്കണം. എന്നിട്ട് അതിന് ശേഷം ഇതുപോലെ പൊങ്ങി വീർത്ത് വരത്തില്ലേ, ബബിൾ പോലെ വരുമ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം നമുക്ക് മീഡിയം വെച്ച് കൊടുക്കാം. നന്നായിട്ട് ചുട്ടെടുക്കാം. എങ്ങൊന്നും പച്ചയായി ഇരിക്കാത്ത രീതി നമുക്ക് എല്ലായിടും ഒരുപോലെ ചുട്ടെടുക്കണം. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ചുട്ട് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറും കൂടെ തേച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ നാനും റെഡിയായി, ബട്ടർ നാനും റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. തന്തൂരി ബട്ടർ ചിക്കൻ നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബട്ടർ നാനും നമുക്ക് റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ റെസിപ്പി ആയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ, യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നാളെ വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.